എങ്ങനെയാണ് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണോ അതോ PSCയുടെ എക്സാംസുകൾ എഴുതിയിട്ടുണ്ടോ? സർ ഞാൻ ഇതിനു മുമ്പ് ഒരു നേരത്തെ കുറെ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കിട്ടിയതായിരുന്നു, പക്ഷെ പോസ്റ്റിംഗ് ആയിണ്ടായിരുന്നില്ല. അത് അഗ്രികൾച്ചർ ഇൻസ്ട്രക്ടറുടെ ആയിരുന്നു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ? അതെ അതെ. അപ്പൊ അത് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം പിന്നെ എഴുതിയതൊന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാൻ അത് വിട്ടതായിരുന്നു. ഇപ്പൊ ഞാൻ അബ്രോഡ് ആണ്, പക്ഷെ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രമായിട്ട് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിച്ചേക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് ഓക്കെ എന്ന് പറഞ്ഞത്. ഓ ശരി 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 ശരി. വേറെ എല്ലാരും, അതായത് ജനറൽ PSCയിൽ ആദ്യമായിട്ടാണോ അപ്പം? അതെ, ജനറൽ PSCയിൽ ആദ്യമായിട്ടാണ്. ജനറൽ PSCയിൽ ആദ്യമായിട്ടാണ് അല്ലേ? ശരി ശരി ശരി. വേറെ ബാക്കിയുള്ളവരൊക്കെ എക്സാംസുകൾ എഴുതി പരിചയം ഉള്ളവരാണോ? ഫിസിയോതെറാപ്പിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ജനറൽ ആദ്യമായിട്ടാണ്. ജനറൽ ആദ്യമായിട്ടാണ് അല്ലേ? ശരി 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 ശരി, നല്ലത്. പിന്നെ ബാക്കി എഴുതിയിട്ടുള്ളവരാണോ? അതെ, എഴുതിയിട്ടുള്ളത്. അതെ, എഴുതിയിട്ടുണ്ട് അല്ലേ? ആശിഷ് എഴുതിയിട്ടുണ്ട് അല്ലേ? എഴുതി അത്യാവശ്യം ആ ഒരു കാര്യം മനസ്സിലായോ? അതായത് PSCയുടെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലായോ? പാറ്റേൺ ഇപ്പൊ കുറെയൊക്കെ മാറിയുണ്ടല്ലോ ഇപ്പൊ. പാറ്റേൺ മാറി. അതല്ല ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് ഒരു എക്സാം ക്രാക്ക് ചെയ്തായിരുന്നോ വല്ലോ? ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ് ഇപ്പോ. ഓൾറെഡി വർക്കിംഗ് ആണ്? സർവീസിലാണോ? അതെ അതെ, സർവീസിലാണ്. ഓ, ലോവർ പോസ്റ്റിലാണോ? ഇതിനെക്കാളും ലോവർ പോസ്റ്റിലാണോ? അല്ല, ഞാൻ ഇപ്പോ JS ആണ്. ഇപ്പോ ഇൻഡസ്ട്രീസിന്റെ ഇതിലാണ്, ഒരു പൊതുമേഖല സ്ഥാപനമാണ്. പൊതുമേഖല സ്ഥാപനമാണ് അല്ലേ? ഓ, അപ്പൊ അത് ഏത് എക്സാം എഴുതി കയറിയതാണ്? അസിസ്റ്റന്റ് ഗ്രേഡ് ആണ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ. കമ്പനി ബോർഡ് എഴുതി കയറിയതാ. അപ്പൊ ഡിഗ്രി ലെവലിന്റെ കാര്യങ്ങൾ അറിയാം അല്ലേ? അതെ അതെ അതെ. ഞാൻ പിന്നെ കുറച്ച് ഗ്യാപ്പായി, പുതിയതിന്റെ ഒരു ട്രെൻഡ് ഒക്കെ മാറി. ശരി ശരി ശരി. എന്നിരുന്നാലും നമ്മളിപ്പം പരീക്ഷ എഴുതിയെടുത്ത ഒരാളാണെങ്കിലും പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങണം. പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. ഞാൻ ഒരു 10-25ഓളം എക്സാംസുകൾ ക്രാക്ക് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ ഓരോ പുതിയ എക്സാം വരുമ്പോഴും നമ്മളെപ്പോഴും നമ്മളിപ്പം ആദ്യമായിട്ടൊരു പരീക്ഷ എഴുതുമ്പോൾ നമുക്കിത് വലിയ അറിവില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ തുടങ്ങണം കേട്ടോ. അപ്പൊ എന്നാലും നമുക്കിപ്പോ അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയാം, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിപ്പറേഷനിൽ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അത്രയും നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഒരു എക്സാം ഇപ്പം പുതിയ പാറ്റേണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാം ഇനി അങ്ങോട്ട് കുറെ എക്സാംസുകൾ വരാനുണ്ടല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസുകൾ, അങ്ങോട്ട് വരുന്ന പല പരീക്ഷകൾക്കും ഈ ഒരു സിലബസ് തന്നെയാണ്. കോമൺ പ്രിലിംസും അതേപോലെ തന്നെ മെയിൻസിന്റെ കുറച്ച് ചെറിയ അങ്ങൊക്കെ മാറ്റമൊക്കെ ഉള്ളായിരിക്കും. അപ്പൊ എല്ലാത്തിനും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു UPSC ലെവലിൽ അങ്ങ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഒരു UPSCയുടെ നിലവാരത്തിൽ നമ്മൾ അങ്ങ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളപ്പോ അതങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നാലും ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെപ്തിൽ നമ്മൾ അത്യാവശ്യം ഈ പറയുന്ന നമ്മുടെ തരുന്ന സിലബസ് വെച്ചുകൊണ്ട് തന്നെ ആ UPSCയുടെ ഡെപ്തിൽ നമ്മൾ ആ ഒരു അതിൽ പഠിച്ചു പോവുക, ഡെപ്തായിട്ട് പഠിച്ചു പോവുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോവുക. വെറുതെ കാണാപ്പാഠം പഠിച്ച് റാങ്ക് ഫയൽ വായിച്ച് പഠിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചു പോകണം. അപ്പൊ ഞാൻ നിങ്ങൾ അയച്ചിട്ടുണ്ടോ പരീക്ഷയുടെ എല്ലാം ഇത് അയച്ചായിരുന്നോ? അപ്ലൈ ചെയ്തായിരുന്നോ? ചെയ്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും കാറ്റഗറി നമ്പർ ഞാനൊന്ന് പറയാണ്, 17/2025. അപ്ലൈ ചെയ്യാത്തവര് അപ്ലൈ ചെയ്യുക. കാര്യം ചില കുട്ടികൾ റെക്കോർഡഡ് ക്ലാസ്, ഇതിന്റെ റെക്കോർഡഡ് സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്കായാലും കാറ്റഗറി നമ്പർ ഞാൻ പറയാം, 17/2025 ഇതിന്റെ സ്കെയിൽ ആക്ച്വലി ഒരു നല്ല ഡിഗ്രി ലെവൽ ജോബിന്റെ സ്കെയിൽ ഇല്ല.
സെക്രട്ടേറിയറ്റിന് 39,300 ഇതിന് 31,100 ഉള്ളൂ. അതായത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ സ്കെയിലേ ഉള്ളൂ. പിന്നെ ഏജ് ലിമിറ്റ് ഒക്കെ 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. ഈ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മിക്കവാറും ഒരു പരീക്ഷ ഉള്ളൂ എന്ന് പറയുന്നു ഉണ്ട്. എന്നാലും നമുക്ക് അത് എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. എന്തായാലും പ്രിലിംസിന്റെ സിലബസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ അങ്ങ് നല്ല കാര്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ മെയിൻസ് ഉണ്ടെങ്കിൽ മെയിൻസിന്റെ സിലബസ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിലിംസുമായിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുത്തുള്ളൂ. അതപ്പോ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതെല്ലാം നമ്മൾ ക്ലാസ് ആയിട്ടെല്ലാം തരും. ഓക്കെ, പരീക്ഷ OMR ലെവലാണ്. ഓക്കെ, ഇനി നമ്മൾ പഴയ അഡ്വൈസ് ഞാനൊന്ന് പറയുകയാണ്. പഴയ അഡ്വൈസ് അതിന്റെ കാറ്റഗറി നമ്പർ 315/2019 ആണ്. അന്ന് രണ്ട് ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നിരുന്നത്. 30/10/2021 ഒരു പ്രിലിംസ് നടന്നിരുന്നു. 13/11/2021 പ്രിലിംസ് നടന്നിരുന്നു. കോമൺ പ്രിലിംസ് ആണ്. വേറെ പരീക്ഷകളൊക്കെ ആ സമയം നടക്കുന്നുണ്ടായിരുന്നു, വേറെ എക്സാംസുകളൊക്കെ. അതിന്റെ കൂടെ കോമൺ പ്രിലിംസ് ആയിട്ടാണ് നടന്നത്. അപ്പൊ ഈ പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 54.33 ആയിരുന്നു. പിന്നെ മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് അന്നത്തെ 21/11/2022 ആയിരുന്നു. അന്ന് മെയിൻസിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നവര് 1054 പേരാണ്. അതായത് മെയിൻസ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നവർ 1054 പേരാണ്. ഓക്കെ, സപ്ലിമെന്ററി ലിസ്റ്റില് മൊത്തത്തിൽ ഒരു 239 പേരോളം ഉണ്ടായിരുന്നു. മെയിൻസിന്റെ കട്ട് ഓഫ് മാർക്ക് 33 മാർക്കേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോ സത്യം പറഞ്ഞ രണ്ട് ഘട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ പ്രിലിംസിൽ കുറെ ആൾക്കാർ അങ്ങ് എലിമിനേറ്റ് ആയി പോകും. പിന്നെ മെയിൻസിന് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവര് മെയിൻസിന്റെ കട്ട് ഓഫ് അത്രയും വലിയ കട്ട് ഓഫ് വരത്തില്ല. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/6/2023 അപ്പോഴാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഇതുവരെ 172 നിയമനം നടന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 21/2/2025 റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. എന്ന് തീരും 2/6/2026 തീരും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ, ശരി. ഞാൻ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. മൊത്തത്തിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഓക്കെ, ജോബ് റോള് സാധാരണ ആൾക്കാർ പറയുന്ന പോലെ യൂണിഫോം പോസ്റ്റ് അല്ല ഇത്. ഇതിന്റെ ജോബ് റോള് ക്ലറിക്കൽ ഇൻ നേച്ചർ ആണ്. അപ്പൊ നമ്മൾ സാധാരണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ജോബ് നേച്ചർ ആയിരിക്കും. നമ്മുടെ ഓഫീസുകളിൽ ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോബ് നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ജോബ് ലൊക്കേഷൻസ് ശ്രദ്ധിക്കുക. ഇവിടെ 4 ഇടത്തായിരിക്കും നമുക്ക് വരുന്നത്. ഇതിന്റെ ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ കിട്ടും, 5 ഇടത്താണ് പറഞ്ഞു വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ കിട്ടാം. പിന്നെ റീജിയണൽ ഓഫീസ് ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലം ഉണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്. ഇത്ര ഇടത്തായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് കേട്ടോ. അല്ലാതെ എല്ലാ 14 ജില്ലകളിലും അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ പ്രൊമോഷൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ അത്രയും ഒരുപാട് ലെവൽ ഓഫ് പ്രൊമോഷൻസ് കയറി പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോമൺ പ്രിലിംസും ഒക്കെ എഴുതുമ്പോഴും ഒക്കെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ കിട്ടുന്നവരൊന്നും ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഇനി അങ്ങോട്ടൊക്കെ വരുന്ന ചിലപ്പോൾ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ അതേപോലുള്ള പരീക്ഷകൾക്കൊക്കെ കോമൺ പ്രിലിംസ് ഇതിന്റെ കൂടെ ഒക്കെ നടന്നാലും അതിന്റെ ഒന്നും കട്ട് ഓഫ് അല്ലെ അതൊന്നും ക്ലിയർ ചെയ്യുന്നവർ ഇതിലോട്ട് വരത്തില്ല. കാര്യം ഒന്നാമത് സ്കെയിൽ ഓഫ് പേ കുറച്ച് അതിനേക്കാളും താഴെയാണ്. പിന്നെ പ്രൊമോഷൻ ഒരുപാട് വലിയ പ്രൊമോഷൻസ് ഒരുപാട് സ്റ്റേജിലേക്ക് പോകത്തില്ല. അപ്പൊ ആദ്യം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് കയറും, പിന്നെ ഗ്രേഡ് 1 ആകും. അന്നേരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്കെയിൽ ആവുന്നത്. പിന്നെ സീനിയർ ഗ്രേഡ് 43,400 സ്കെയിൽ ഓഫ് പേ വരും. പിന്നെ
അടുത്തത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്, 59,300 ആ ഒരു റേഞ്ച് വരും. ഓക്കെ, ബേസിക് ആണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്കി അതിൻ്റെ കൂടെ DA HRA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സിലബസ് കണ്ടായിരുന്നോ നിങ്ങള്? സിലബസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിലബസ് നേരത്തെ നോക്കി എന്തെങ്കിലും അതിനെപ്പറ്റി ഒന്ന് നോക്കിയായിരുന്നോ എല്ലാരും? ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ചിലർ അങ്ങനെ നോക്കാതെ, സിലബസ് ഒന്നും നോക്കാതെ വരുന്നവരുണ്ട്. അപ്പൊ നമ്മൾ നേരെ ആദ്യം തൊട്ടങ്ങ് ക്ലാസ് തുടങ്ങി എങ്ങനെ പഠിക്കണം എന്നൊന്നും പറയാതെ നേരെ അങ്ങ് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴാ സിലബസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴാ 50 മാർക്ക് GK പോർഷനും 20 മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതേപോലെ തന്നെ 20 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്ക് റീജിയണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൂടുതൽ മാർക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു ഇതെങ്ങനെയാണ്, കൂടുതൽ മാർക്ക് എവിടുന്നാണ് നിങ്ങൾക്ക് പോകുന്നത്? ഇപ്പം ഓൾറെഡി എഴുതി കിട്ടിയ ആൾക്ക് എങ്ങനെയാണ് കൂടുതൽ മാർക്ക് എവിടെയാ പോയത്? അല്ല, എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാത്സിനാണ് ബുദ്ധിമുട്ട്. മാത്സിനാണ്. എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്? എന്താണ് ഡിഗ്രി പഠിച്ചത്? സയൻസ് തന്നെയാണ് അല്ലേ? ശരി ശരി ശരി. അതായത് ഞാൻ 2 കാര്യങ്ങൾ പറയാം. അതായത് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉണ്ട് അല്ലെ? സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്സും എല്ലാം പെടുമല്ലോ. അപ്പോഴാ ഈ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എല്ലാവരും പറയും ഇങ്ങനെയുള്ള പരീക്ഷ അവർക്ക് എളുപ്പമാണ്, GK അവർക്ക് എളുപ്പമാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, GK സയൻസുകാർക്കും മാത്സുകാർക്കും എല്ലാവർക്കും GK പഠിക്കാം. അതെങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയുണ്ട്. അതിൽ നമുക്ക് GK പഠിക്കാം അല്ലെ? പിന്നെ ഈ മാത്സിന്ന് മാർക്ക് മേടിക്കാൻ, മാത്സിന്ന് 20-ൽ 20 ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തായാലും മാത്സിന്ന് 20-ൽ 20 മാർക്ക് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ബലമാണ്. ഓക്കെ, അപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ഉള്ളവരും മാത്സിന്ന് മാർക്ക് പോകാതിരിക്കാൻ നോക്കുക. കാര്യം മാത്സില് മറ്റേ ഡൈനാമിക് ടോപ്പിക്കുകളൊന്നും ഇല്ല, കറണ്ട് അഫെയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാത്സിൽ വരുന്നില്ലല്ലോ. അപ്പോഴങ്ങനെ വരാത്തത് കൊണ്ട് മാത്സിലെ നമുക്ക് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്കില്ലും സ്പീഡും ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ മാത്സിൽ നമുക്ക് ഫുൾ മാർക്ക് പഠിക്കാൻ പറ്റും. മാത്സിലെ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങളുണ്ട്. എന്നാൽ പോലും മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ അതേപോലെ തന്നെ മലയാളം എന്ന് പറയുന്ന പോർഷൻസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് നമുക്ക് പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് മാത്സ് അറിയാത്തവര് നന്നായിട്ട് നമ്മൾ ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യിക്കുന്നുണ്ട്. മാത്സ് നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് ചെയ്യുന്ന രീതികളൊക്കെ പറഞ്ഞു തരും, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. മാത്സിന് മാർക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ് അല്ലെ? കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇനി എത്ര GK പഠിച്ചാലും ഞാൻ പറയുകയാണ്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പം വെറൈറ്റി PSC ചിലപ്പോ ഒരു വേണമെങ്കിൽ 5 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെ പെട്ടെന്ന് കിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ നിന്ന് വേണമെങ്കിൽ പലയിടത്തു നിന്നൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ ഒരു ചെറിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലൊക്കെ ഒരുപാട് അങ്ങനെ വലിയ റിസ്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ അത് ഏറ്റവും വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാലാ, ഏറ്റവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മാർക്ക് പോകാതെ നമുക്ക് ഇല്ലേ, അവിടുത്തെ മാർക്ക് ചോരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ചിലർക്ക് മാത്സ് പഠിക്കാൻ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞാലും ചിലർ മാത്സ് ഒക്കെ വിട്ട് കളഞ്ഞ് അറിയാവുന്ന കുറച്ച് മാത്രം നോക്കിയിട്ട് പോവാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ മാത്സ് ഒരിക്കലും വിട്ട് കളയരുത്. മാത്സിൽ ഫുൾ മാർക്ക് അടിക്കാൻ നോക്കുക. ഇംഗ്ലീഷിലും അതേപോലെ തന്നെ. ഇംഗ്ലീഷ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കും, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്സിലും ഇംഗ്ലീഷിലും അതേപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിലും നമുക്ക് അധികം മാർക്ക് പോകാതെ പിടിക്കണം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ഒരു നമ്മുടെ ഒരു ലക്ഷ്യം. എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ?
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ? ഇല്ല സർ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ള ക്ലാസ് തരും. അപ്പൊ നമ്മൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം അവിടെ വലിയ റിസ്ക് ഫാക്ടർ ഇല്ല. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കട്ട് ഓഫ് ഇപ്രാവശ്യം ഇപ്പം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറി അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാ വരുന്നതെങ്കിൽ ഒരു 60 റേഞ്ച് ഒക്കെ, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു 60-65 അപ്പുറത്തൊന്നും വലിയ കട്ട് ഓഫ് ഒന്നും വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഈ ഒരു മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, നമ്മുടെ ലാംഗ്വേജ് എല്ലാത്തിൽ നിന്നും 50 എങ്ങനെ പോയാലും ഒരു 10-46 മാർക്കെങ്കിലും, 50 50 മേടിക്കാനാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത്രയെങ്കിലും നമ്മൾ പിടിച്ചു വെച്ചാൽ നമുക്ക് ബാക്കി നമുക്ക് എങ്ങനെ ആയാലും നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ പരീക്ഷയുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊക്കെ നമ്മളെയൊക്കെ ചെയ്തു വന്ന രീതി എങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ മാത്തമാറ്റിക്സ് ഒന്നും ഒരിക്കലും വിടാതെ എല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാം പഠിച്ചു പോവുക. നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു പോവുക. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. നമ്മൾ പിന്നെ പ്രാക്ടീസ് തരുന്ന പരീക്ഷകളും എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോവുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ 50 മാർക്ക് എന്നുള്ള കാര്യം ആദ്യം സേഫ് ആക്കി വെക്കുക. ഓക്കെ ആണോ? അതായത് 3-4 അല്ലെ, അതായത് 2-3-4 എന്നുള്ള ആ പോർഷൻ, ആ 50 മാർക്ക് ആദ്യം സേഫ് ആക്കി വെക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സിലബസിൽ എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ കേരള ഹിസ്റ്ററി എന്താണ്, യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് പിന്നെ എന്താണ് 1956 ശേഷമുള്ള കാര്യങ്ങൾ വരെ ഉണ്ട്. ഓക്കെ, അത് നോക്കുക. കുറച്ച് വാസ്റ്റ് ആണ്, അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ ഇന്ത്യ ഹിസ്റ്ററി മെഡീവൽ തൊട്ട് പിന്നെ മോഡേൺ ഉണ്ട് അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷം വരെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ, പിന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഹിസ്റ്ററി വാസ്റ്റ് ടോപ്പിക്കാണ്, പക്ഷെ ഹിസ്റ്ററിക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 10 മാർക്കാണ് ഹിസ്റ്ററിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഹിസ്റ്ററിക്കകത്തു നിന്നും നമുക്ക് കറണ്ട് അഫയർ ബേസ് ചെയ്ത ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. മിക്കവാറും സാധാരണ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുള്ളൂ, നമുക്ക് മാക്സിമം ഒരു 2 എണ്ണം കൂടുതൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അപ്പൊ ആൾക്കാർ ഹിസ്റ്ററിയിലും എന്ത് കറണ്ട് അഫയർ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകള് അല്ലെങ്കിൽ പുതിയ ഇപ്പം എന്തെങ്കിലും ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള പല കാര്യങ്ങളുടെയും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് പലതും ചോദിക്കാം. ഓക്കെ ആണ്? അപ്പൊ നമ്മള് ഹിസ്റ്ററിയില് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സും നോട്ട്സും എല്ലാം ഫോളോ ചെയ്താല എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. കറണ്ട് അഫയറും നമ്മൾ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് എന്തൊക്കെ വരുമെന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവത്തിൽ ഒരുപാട് മാർക്ക് നമുക്ക് പോകത്തില്ല. കാര്യം എന്താ, ഹിസ്റ്ററി അത്ര പാടില്ല, പക്ഷെ ഹിസ്റ്ററി ഇത്തിരി വാസ്റ്റ് ആണ്. 10 മാർക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയുടെ കാര്യം അതാണ്. കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഇത്രയും ഒരു വലിയ ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ 10 മാർക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. വലിയ ടോപ്പിക് ആണെങ്കിലും അതിന് വേണ്ട മാർക്ക് കൊടുത്തിട്ടുണ്ട്, 10 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്തും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരെണ്ണമാണ് നോർമലി, പിന്നെ വേണമെങ്കിൽ മാക്സിമം പോയ 2 കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നെക്സ്റ്റ് ജോഗ്രഫിയാണ്. ജോഗ്രഫിക്കകത്ത് ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, എർത്തിന്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ UPSC-ക്കുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയും അത്യാവശ്യം കണ്ടന്റ് തന്നിട്ടുണ്ട്. പിന്നെ കേരള ജോഗ്രഫിയാണ്. അപ്പൊ കേരള ജോഗ്രഫി ഇത്രയും 5 മാർക്കേ ഉള്ളൂ അല്ലെ. ജോഗ്രഫിക്കകത്തും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ട് 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ജോഗ്രഫിക്ക് 5 മാർക്കാണ് ഉള്ളത്. അതിനകത്ത് ബേസിക് ജോഗ്രഫി ഉണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫി ഓഫ് ഇന്ത്യ ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അതിലും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ എക്കണോമിക്സ് ആണ്.
അപ്പൊ എക്കണോമിക്സ് നമ്മൾ നോക്കാൻ നേരത്ത് എക്കണോമിക്സിനകത്ത് ചിലപ്പം കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഉള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യനും ചോദിക്കാം. പറഞ്ഞു മനസ്സിലായില്ലേ? പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതുമായിട്ട് അതിന്റെ കൺസെപ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിക് പോർഷനിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കാം. എക്കണോമിക്സ് ഇത്തിരി ഡൈനാമിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ എക്കണോമിക്സിലെ ബേസിക് കൺസെപ്റ്റ്സുകളെല്ലാം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ കറണ്ട് അഫെയറും ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ എക്കണോമിക്സ് ഡൈനാമിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ കറണ്ട് അഫെയറിലെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എക്കണോമിക്സ് വേണമെങ്കിൽ ഇതേപോലെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഇട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു ഏരിയ ആണ്. പുതിയ പാറ്റേൺ ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ പുതിയ പരീക്ഷണാർത്ഥമുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വേണമെങ്കിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാം. ഓക്കെ, അപ്പം എക്കണോമിക്സ് ഡൈനാമിക് ടോപ്പിക് ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. സിവിക്സിലും ഇതേപോലെ 5 മാർക്ക് ഉണ്ട്. പിന്നെ അതിലും കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നിടത്തു നിന്ന് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് പറയുന്നുണ്ടാവും അല്ലെ, എക്സിക്യൂട്ടീവ്സ് ജുഡീഷ്യറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും പുതിയ അപ്പോയിന്റ്മെന്റ്സുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കയറി ചോദിക്കാം. ഓക്കെ, ഇതും ഡൈനാമിക് ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് ഒരു ക്രിസ്പായിട്ടുള്ള സിലബസ് തന്നെയാണ് തന്നിരിക്കുന്നത്. 5 മാർക്ക് ഉണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന് സാധാരണ പണ്ടത്തേക്ക് ഒരു ഇതനുസരിച്ച് 10 മാർക്കിനൊക്കെ തരുമായിരുന്നു. ഇപ്പൊ 5 മാർക്കേ ഉള്ളൂ. 5 മാർക്ക്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ് ഒരു ഡൈനാമിക് ടോപ്പിക്കാണ്. കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഒക്കെ കയറി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ഉള്ളത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. 10 മാർക്കാണ് അല്ലെ. അതിനകത്ത് ഇതൊക്കെയുണ്ട്: കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. പിന്നെ കായികം, ആദ്യം ഉള്ളത് കലയായിരുന്നു അല്ലെ, അടുത്തത് കായികം. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെ, ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവയ്ക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പിന്നെ പ്രധാന അവാർഡുകള്, ട്രോഫികള് അല്ലെ, പിന്നെ ഓരോ ഇനങ്ങള്, അതിനകത്തുള്ള പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, പിന്നെ കളികളുമായി ബന്ധപ്പെട്ട ടേംസുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ LBW ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാം. ക്രിക്കറ്റ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറെ ഓരോ കളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ കാണും. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതിലും നല്ല രീതിയിൽ ഇതും കൂടുതലും നമ്മളിങ്ങനെ ഈ ഐറ്റം ഏതാന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ ഇതിനകത്തും കൂടുതലും കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ഇപ്പം ഇനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, അതിൽ മെഡൽ വാങ്ങിയവരുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അടുത്ത ഏതെങ്കിലും മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കാം. ഇപ്പം അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ കൂടുതലും കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. 10 മാർക്കാണുള്ളത്. സാഹിത്യവും ഇതിനകത്ത് വരുന്നതാണ്. സാഹിത്യം സാഹിത്യത്തിനകത്തും അതേപോലെ തന്നെ ഓരോ കൃതികള്, അതിന്റെ കർത്താക്കള്, അങ്ങനെയുള്ളവരെ ചോദിക്കാം. എഴുത്തുകാര്, അവരുടെ തൂലിക നാമങ്ങള്, അവരെ നാമങ്ങള് ഒക്കെ അതിനകത്ത് ചോദിക്കാം. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്തും പുതുതായിട്ട് എന്തെങ്കിലും അവാർഡ് ആർക്കെങ്കിലും കിട്ടി,
അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ പെട്ടെന്ന് ഇപ്പം മരിച്ചു പോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഇത് കൂടുതലും ഇതിനകത്ത് നമ്മൾ കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. കലാസാഹിത്യത്തിൽ തന്നെ ഉള്ളതാണ് സംസ്കാരം കേട്ടോ. അപ്പൊ അതിനകത്ത് പ്രധാന ആഘോഷങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങള്, ഉത്സവങ്ങള്, സാംസ്കാരിക കേന്ദ്രങ്ങള്, ആരാധനാലയങ്ങള്, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇതും പിന്നെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും, ഇതെല്ലാം ഇതിനകത്ത് കൂടുതലും ഇതാണ് കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്കാണ്. അതിനകത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, അങ്ങനെയുള്ള മേഖലകൾ ചോദിക്കും. പിന്നെ IT ആൻഡ് സൈബർ ലോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും ടെക്നോളജികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളും ചോദിക്കാം കേട്ടോ. സിമ്പിൾ ആണ് ഇതെല്ലാം, കുഴപ്പമില്ല. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആയാലും കൂടുതലും ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവര് സെറ്റ് ചെയ്തേക്കുന്ന കൂടുതലും കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പം സ്പേസ് ടെക്നോളജി ഒക്കെ ആയാലും പുതിയ പുതിയ റോക്കറ്റുകളുടെ കാര്യങ്ങള്, അങ്ങനെയുള്ള പുതിയ ഏതെങ്കിലും ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തും ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ പറയുന്ന എൻവയോൺമെന്റൽ സയൻസ് ആയാലും എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ആയാലും അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് കൂടുതലും ഒരു 1-2 വർഷത്തുള്ള കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. 5 മാർക്കാണ്. പിന്നെ അടുത്തത് ലഘുഗണിതം, സിമ്പിൾ അരിത്തമെറ്റിക്. അതിനകത്ത് നമുക്ക് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ആവറേജ് ഉണ്ട്, ലോസ് ഓഫ് എക്സ്പോണന്റ്, പിന്നെ മെൻസുറേഷൻ, പ്രോഗ്രഷൻസ്. ഇത്രയാണ് സിമ്പിൾ അരിത്തമെറ്റിക്കിനകത്തുള്ളത്. സിമ്പിൾ അരിത്തമെറ്റിക്കിന് 10 മാർക്കും മെന്റൽ എബിലിറ്റിക്ക് 10 മാർക്ക്, അങ്ങനെ മൊത്തത്തിൽ 20 മാർക്കാണ്. മെന്റൽ എബിലിറ്റിക്കകത്ത് സീരീസ് ഉണ്ട്, പിന്നെ മാത്തമാറ്റിക്സ് സൈൻ വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്, സ്ഥാനനിർണയ പരിശോധനയുണ്ട്, അനലോജി ഉണ്ട്, ഓഡ് മാൻ ഔട്ട്, സംഖ്യാവലോകന പ്രശ്നങ്ങളുണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, ഫാമിലി റിലേഷൻസ് ഉണ്ട്, സെൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ട്, ടൈം ആൻഡ് ആംഗിൾ ഉണ്ട്, പിന്നെ ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് 10 മാർക്കാണ് ഉള്ളത്. ഇതിനകത്തൊന്നും 1 മാർക്കും പോകാതെ നമ്മൾ നോക്കണം. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് 2 സ്റ്റേജ് ആയിട്ടാണ്. ഇംഗ്ലീഷിനകത്ത് 20 മാർക്കാണ്, അതിനകത്ത് 10 മാർക്ക് ഗ്രാമറിനാണ്. അതിനകത്ത് ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, അങ്ങനെ തുടങ്ങി ഇത്രയും ഗ്രാമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൊക്കാബുലറി ആണ് അടുത്ത 10 മാർക്ക്. പിന്നുള്ളത് റീജിയണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനകത്ത് മലയാളമാണ് നമ്മുടെ ഇവിടെ നമുക്ക് മെജോറിറ്റി ആൾക്കാരും മലയാളമാണ് എടുക്കുന്നത് അല്ലെ. റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലേ. അപ്പോ അതിനകത്ത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് 10 മാർക്ക്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിച്ച് ആദ്യ റാങ്കിൽ എത്താമെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോഴാ ഈ പറഞ്ഞതിനകത്ത് സിലബസിൽ ഒക്കെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
സാർ എന്തെങ്കിലും ഡൗട്ട്സ് ഞാനൊരു ഉണ്ടോ? കാര്യം ചോദിച്ചോട്ടെ, ഇതിലിപ്പോ ആ, നമുക്കിപ്പോ എക്സാം നമ്മൾ ഇംഗ്ലീഷിലാണോ എഴുതുക അതോ മലയാളത്തിലാണോ എഴുതുക? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഈ രണ്ടിലും ഉണ്ട്. നമുക്ക് രണ്ടും തരുമോ? അതായത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമെന്നല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പുറത്തിലെ മലയാളവും ഒരു പുറത്തിൽ ഇംഗ്ലീഷും ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായില്ലേ? മലയാളം ലാംഗ്വേജ് മാത്രം മലയാളത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അതായത് മലയാളത്തിലെ ആ 10 മാർക്കിന്റെ അത് മാത്രം മലയാളത്തിലായിരിക്കും. ഓക്കെ. അപ്പോ നമുക്കിപ്പോ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്കായാലും കുഴപ്പമില്ല, ബൈലിംഗ്വൽ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. മനസ്സിലായില്ലേ? ആ, വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മള് സിലബസിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ തന്നെ എടുക്കും. അപ്പൊ അതിനെ ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കിനി പരീക്ഷയ്ക്ക് എങ്ങനെ ആദ്യ റാങ്ക് മേടിക്കുക എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സും മെറ്റീരിയലും ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മിനിമം നിങ്ങൾ ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും തൽക്കാലം ക്വാളിറ്റി ടൈം പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യണം. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ? ഉണ്ടാവും അല്ലേ? അതായത് നിങ്ങൾ ഏറ്റവും മിനിമം ഒരു 3 മണിക്കൂർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അത് ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ്സും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡെയിലി ഉള്ള ക്ലാസ്സും കൂടെ ചേർത്തിട്ടാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 അവേഴ്സ് ക്വാളിറ്റി ടൈം പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും നമുക്ക് ഈ ജോബ് മേടിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അത്യാവശ്യം നല്ല പേജുള്ള ഒരു ബുക്കോ ഒരു ഡയറിയോ നമുക്ക് വേണം. ഓക്കെ, അത് നമ്മുടെ, അതായത് ഈ പരീക്ഷ തീരുന്നത് വരെ നമുക്ക്, ഈ പരീക്ഷ തീരുന്നതല്ല, നമ്മൾ ഈ ജോലി കയറുന്ന വരെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു ഒരു അത്യാവശ്യം കൂടുതൽ പേജുള്ള ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ നമ്മൾ വെക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ പേജിൽ നമ്മൾ നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ഗോള് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, എന്താണ് നമ്മളിപ്പം നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്? ഈ ഒരു പോസ്റ്റിന് ആദ്യ റാങ്ക് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് എപ്പോഴും സ്ട്രൈക്ക്, നമ്മുടെ മനസ്സിൽ അത് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പേജ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ അതിന്റെ അടിയിൽ എഴുതി വെക്കേണ്ടത് എന്താണ്? SBCID അസിസ്റ്റന്റ് ടോപ്പർ. അതായത് നമ്മൾ ഈ പരീക്ഷയിൽ ടോപ്പർ ആകുമെന്ന് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത്, നമ്മൾ എല്ലാ ദിവസവും ആദ്യം എന്തായാലും ആദ്യത്തെ പേജ് ഇങ്ങനെ മറിച്ചൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പേജിൽ എപ്പോഴും നമ്മൾ അത് എഴുതി വെച്ചേക്കുക. നമ്മൾ ഇതിനു വേണ്ടി, അതായത് ഈ ജോലിക്ക് വേണ്ടി, നമ്മൾ ഈ ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വന്നവരാണ്. അല്ലാതെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നും പറഞ്ഞ് വന്നവരല്ല. നമ്മൾ ഈ ജോലി നേടാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് നല്ല ഒരു പുതിയ നീറ്റ് ആയിട്ടുള്ള ഒരു ഡയറിയോ ബുക്കോ നമുക്ക് ഇതിനു വേണ്ടി സൂക്ഷിക്കാം. അത് വേറെ ഒരു കാര്യത്തിനും നമ്മൾ അത് യൂസ് ചെയ്യരുത്. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം അതിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് തുറന്ന് നോക്കുക. ഓക്കെ അല്ലേ? നമ്മൾ ആ പോസ്റ്റിന്റെ ടോപ്പർ ആണ് എന്നുള്ള ഒരു കാര്യം അതിൽ എഴുതി വെക്കുക. പിന്നെ നമ്മൾ അടുത്തടുത്ത പഠിക്കുന്ന പേജുകളിലൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എന്താണ് സ്വിച്ച് വേർഡുകൾ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അത് എന്നും അത് കാണുമ്പോൾ അത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും അത് കാണുക. നമ്മൾ പിന്നെ ഞാൻ ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കേണ്ട സ്വിച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ പഠിത്തത്തിന്റെ നമ്മുടെ വേഗത കൂട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഈ ജോലിയിൽ എത്താനുള്ള വഴികൾ പെട്ടെന്ന് തെളിഞ്ഞു വരികയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ എന്തായാലും എന്ത് സംഭവിച്ചാലും ഒരു ദിവസം 3 മണിക്കൂർ മാറ്റി വെച്ചേ പറ്റുള്ളൂ. എന്ത് സംഭവിച്ചാലും നമുക്കിപ്പോ ഈവൻ തീരെ വയ്യെങ്കിൽ പോലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം പഠിക്കാൻ. ഓക്കെ, ആ 3 മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ആദ്യത്തെ 10 മിനിറ്റ്, അതായത് ഒന്നുകിൽ ഈ പഠിക്കുന്ന സമയത്തിലെ ഒരു 10 മിനിറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണരുന്ന ഒരു
10 മിനിറ്റ് ആയിരിക്കാം. ആ 10 മിനിറ്റ് നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് ജോലി നേടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ജോലി നേടിയേ തീരത്തുള്ളൂ, ഞാൻ ടോപ്പർ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുക. അതിനുശേഷം നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം വരുന്ന മാറ്റം നമ്മുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ആലോചിക്കുക. നമുക്ക് എന്തുകൊണ്ട് ഈ ജോലിയുടെ ആവശ്യമുണ്ട്, ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്, അത് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമ്മുടെ ഫാമിലിയിലും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് വരുന്ന മാറ്റം, അല്ലെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ, പിന്നെ നമ്മൾ ഈ ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് വരുന്ന ചേഞ്ച്, അല്ലെ മറ്റുള്ളവരുടെ റെസ്പോൺസിൽ, അതായത് നമ്മളോടുള്ള റെസ്പോൺസിൽ വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ നമ്മുടെ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഇതും പിന്നെ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു അവസ്ഥ, നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു, നമ്മൾ സർവീസിലുണ്ട്, അതിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ ഒന്ന് ഇതായിട്ട് നമ്മുടെ ഇപ്പൊ ഉള്ള നമ്മളും അതിന് ശേഷമുള്ള നമ്മളും, ഓക്കെ, ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മളും തമ്മിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, നമുക്ക് വരുന്ന ചേഞ്ച്, അത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ ആണേ? ഓക്കെ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയും. എന്താണ് ഒരു ടോപ്പർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മെന്ററായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ടോപ്പർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാൻഡിഡേറ്റ് ആണ്, അല്ലെ? കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക. അതിനുശേഷം നമ്മളെ മെന്ററോ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ചിന്തിക്കുക. പിന്നെന്താണ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് ചിന്തിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരന്റ് ആണെന്ന് വിചാരിക്കുക. പിന്നെന്ത് ചെയ്യുക? നമ്മൾ അതിനുവേണ്ടി പഠിക്കുന്ന, ആസ്പിരന്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിനുവേണ്ടി പഠിക്കുന്നു. ഇനി നമ്മൾ പഠിച്ചോന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. നമ്മൾ എവിടെയെങ്കിലും ലാഗ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് നമ്മളെ ശ്രദ്ധിക്കണം. അതാണ് അതായത് നമുക്കിപ്പോ ഇപ്പം ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്ന ഒരു അധ്യാപകനെ പോലെ നമ്മളെ അവിടെ നിന്നോട്ട് പുറത്തു നിന്ന് നമ്മൾ നോക്കണം. അതാണ് പറയുന്നത്. നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക, ഒരു മെന്റർ ആയിട്ട് ചിന്തിക്കുക. അതിനുശേഷം നമ്മളാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയൊക്കെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെയുള്ള കാര്യം കൂടെ ചിന്തിക്കണം. ഓക്കെ ആണേ? ഈ ക്ലാസ്സുകളും മെന്റർഷിപ്പുകളും ഇതേപോലെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യനും എല്ലാം നമ്മൾ തരും. എന്നാലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുമ്പോൾ, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്കതിൽ തിരിച്ചും മറിച്ചും എല്ലാം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നുകൂടെ, അങ്ങനെ. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതിൽ നിന്ന് പല രീതിയിലുള്ള വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചും എഴുതിയും ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വന്നാലും അതായത് വ്യത്യസ്തമായിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് വന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ പേടി വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക, മെന്റർ ആയിട്ട് ചിന്തിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് ചിന്തിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ
നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മുടെ പരീക്ഷകൾ ചെയ്യത്തില്ലേ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ആ നോട്ട് കിട്ടുമ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കഷന് നോട്ട് കിട്ടുമ്പോഴും പരീക്ഷ നടത്തിയതിന് ശേഷവും നിങ്ങൾ ചെയ്യുക. കാര്യം നമ്മളെ കാൻഡിഡേറ്റ് ആയിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെന്ററായിട്ട് ഒന്ന് നോക്കുക. അവിടെ വന്നിട്ട് ഞാൻ എന്താണ് ഇത്രയും ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ഇനി തെറ്റാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും കോഡ് എഴുതി വെക്കണോ, തെറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്കിൽ കുറിച്ച് വെക്കാം. നമ്മുടെ ഇപ്പൊ ഞാൻ ആദ്യം സൂക്ഷിക്കാൻ പറഞ്ഞ ഡയറി അല്ലെങ്കിൽ ആ ബുക്കിനകത്ത് ഓരോന്നും എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കണം എന്നൊക്കെ മെന്ററായിട്ട് ചിന്തിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ വന്നതുണ്ടാവും. അപ്പൊ ആ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പറയുന്നത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പുതിയ എന്തെങ്കിലും ഞാൻ പറയുന്നതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ? നിങ്ങള് കൺവെൻഷനലായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കിട്ടുന്നുണ്ടോ പോയിന്റ്സുകൾ? ഉണ്ട്. ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ ക്യാപ്സൂളായിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കണം. ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോഴായാലും അതിനകത്തുനിന്ന് ഇനി വേറെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാനാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വരാം, ഈ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടാം, അല്ലെങ്കിൽ ഇത് തന്നെ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കി ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, പിന്നെ ഡെയിലി ക്ലാസ് തരും, ലൈവ് ഉണ്ടാകും. ആ ലൈവ് തന്നെ റെക്കോർഡഡ് ആയിട്ട് ആപ്പില് അപ്ലോഡ് ആകും. അതിന്റെ നോട്ട്സും അതിൻ്റെ കൂടെ വരും. അപ്പൊ ഒന്നുകിൽ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവർ ഡയറക്റ്റ് ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക, അല്ല എങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് വരുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. പെൻഡിങ് വെക്കരുത്. ഓക്കെ അല്ലേ? പെൻഡിങ് വെക്കാതെ പോവുക. പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അവസാനം ഒരു വലിയ ലോഡായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ അത് ചെയ്യുക. പിന്നെ എന്തായാലും നോട്ട്സും എല്ലാം നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ ഉണ്ടെങ്കിലും നമ്മൾ ആ നോട്ട്സ്, ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോട്ട്സ് എല്ലാം കൂടെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് എല്ലാം കൂടെ വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ക്ലാസ് ലൈവ് ആണോ റെക്കോർഡഡ് ആണോ ഏതാന്ന് വെച്ചാൽ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. മനസ്സിലായതിനു ശേഷം ഈ നോട്ട്സ് പെട്ടെന്നൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓടിച്ച് വായിക്കുക. അതൊന്ന് ഓടിച്ച് വായിച്ചതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കുക നമ്മുടെ ബുക്കിനകത്ത്. അതാണ് ചെയ്യേണ്ടത്. കാര്യം നമ്മുടെ മെറ്റീരിയൽ എപ്പോഴും വളരെ ചെറുതാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറവാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മൈൻഡിന് വരും. അല്ലെ? ഇത്രയേ ഉള്ളൂ, വളരെ നിസ്സാരം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ പഠിച്ചു പിന്നെ പ്രിന്റ് എടുത്തു പിന്നെ ഇതെല്ലാം ഇങ്ങനെ കൂമ്പാരമാക്കി വെക്കുന്നതിനേക്കാളും നല്ലത് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിന്റെ നോട്ട് കൂടെ വായിച്ചതിന് ശേഷം മാത്രം വളരെ സ്മാർട്ടായിട്ടുള്ള ഷോർട്ട് നോട്ട് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക. ഒരിക്കലും വീഡിയോ കണ്ടുകൊണ്ട് നോട്ട് എഴുതരുത്. വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതും അതിനുശേഷം ഒന്നുകൂടെ വായിക്കുക. അപ്പൊ ഒരു ചെറിയൊരു റിവിഷൻ ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ കൂടെ, അല്ലെ? അതിനുശേഷം നമ്മൾ ആവശ്യമുള്ളത് ആ നോട്ടും കൂടെ നോക്കി, ആ നോട്ട് ആദ്യം മൊത്തത്തിൽ ഒന്ന് വായിക്കുക. അതിനുശേഷം ഈ നോട്ടും കൂടെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള, ചിലപ്പോൾ കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും, അത് പിന്നെയും കുറിച്ച് വെക്കണമെന്നില്ല. ആവശ്യമുള്ളത് നമ്മുടെ ബുക്കിനകത്ത് കുറിച്ച് വെക്കുക. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ഞാൻ പറഞ്ഞു, UPSC നിലവാരത്തിലുള്ളതും SSC നിലവാരത്തിലും RRBയുടെ ഒക്കെ അത്യാവശ്യം ഇത്തിരി ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും മോക്ക് ടെസ്റ്റിലും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട്
ചെയ്യുക. അതേപോലെ തന്നെ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഇനി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. അപ്പം ഈ UPSC-യുടെ ആയാലും എല്ലാ ടൈപ്പ് കാര്യം അതിന്റെ സിലബസും കുറച്ച് ഇതിനേക്കാളും കൂടുതൽ ഡെപ്തിലൊക്കെ ഉള്ള സിലബസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിലബസുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള പോർഷൻസ് ഉണ്ടല്ലോ, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം UPSC-യുടെ രീതിയിൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യും കേട്ടോ. അങ്ങനെയായിരിക്കും തരുന്നത്. ഇനി നമുക്ക് എപ്പോഴും ആവശ്യം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓരോ ദിവസവും നമ്മളിങ്ങനെ പഠിച്ചു പോകണം. നമ്മൾ അതിനിടയ്ക്ക് ഗ്യാപ്പ് ഇടരുത്, പഠിച്ചു പോകണം. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം അല്ലെ? ഓരോ ദിവസവും പഠിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിന്നെ അങ്ങ് പഠിച്ചു പോകാതെ പഠിച്ച് അത്രയും റിവിഷൻ ചെയ്ത് പോകണം. ഓക്കെ. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ മെന്ററായിട്ട് നിന്നുകൊണ്ട് അവിടെ നോക്കണം, നമുക്ക് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ. നമുക്കറിയാൻ പറ്റും. കാര്യം ഓരോ ടോപ്പിക് കഴിയുമ്പോഴും പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നിലവാരം അറിയാം. എന്നാൽ പോലും നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മള് മോണിറ്റർ ചെയ്യണം. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണം. കാര്യം എന്താ? നമ്മൾ ഓരോ ദിവസവും കുറച്ച് പഠിക്കുകയാണ്. അങ്ങനെ ഈ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി വന്നാലേ നമുക്ക് ഗ്രാജുവലി നമ്മൾ തന്നെ അറിയത്തില്ല. നമ്മളിങ്ങനെ കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഈ ഇതുപോലുള്ള ഇപ്പം പരീക്ഷ വരുമ്പോഴത്തേക്ക് ഇത് നിസ്സാരമാവും. പിന്നെ വരുന്ന പരീക്ഷകളെല്ലാം നിസ്സാരമാവും. നമ്മൾ കുറച്ചാണ് പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ പറയുന്നത്. അത് പതിയെ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വലിയ ടാസ്ക് ഒരുമിച്ചെടുക്കാതെ പതിയെ നമ്മൾ ആ ടാസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീക്ക്ലി റിവിഷനും വീക്ക്ലി ടെസ്റ്റും മസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മൾ നടത്തും. ഇതിന്റെ ക്ലാസ്സുകളുടെ കൂടെ നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാം നടത്തും. നിങ്ങൾ അത് കൃത്യമായിട്ട് വീക്ക്ലി റിവിഷൻ ചെയ്യണം. അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വീക്കില് 4 വീക്കെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് മന്തായി അല്ലെ? ആ മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ മന്ത്ലി എടുത്തിട്ട് ഇതുവരെ പഠിച്ചതിന്റെ എല്ലാ റിവിഷൻ നോക്കണം. റിവിഷൻ നോക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പഴയ നോട്ടെല്ലാം എടുത്തു വെച്ച് നോക്കണം എന്നല്ല അതിനർത്ഥം. നമ്മുടെ ഷോർട്ട് നോട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലേ, ഓരോ ദിവസവും പഠിച്ച് നോട്ടും എല്ലാം വായിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട് റിവിഷൻ ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ വീക്കിലി റിവിഷൻ ആകുമ്പോഴും അത് നോക്കിയാൽ മതി, മന്ത്ലി റിവിഷൻ ആകുമ്പോഴും അത് നോക്കിയാൽ മതി. അല്ലാതെ പിന്നെയും പഴയ നോട്ട് നോക്കാൻ നേരത്ത് പിന്നെ ഇപ്പൊ തന്നെ പഠിക്കാനുണ്ട്, അതിന്റെ കൂടെ പഴയ എല്ലാം പഠിക്കണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ഷോർട്ട് നോട്ട് മറിച്ച് നോക്കിയാൽ മതി അല്ലെ? റിവിഷൻ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട. ഓക്കെ അല്ലേ? പിന്നെ പഠിച്ചു വരുമ്പോഴാ ഇതൊരു അത്യാവശ്യം ഒരു ലോങ് ടൈം ആയിട്ടുള്ള പ്രോസസ് ആണല്ലോ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം ആ കാര്യങ്ങള്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയണം. കാര്യം നമ്മള് ത്തിന് ശ്രമിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളും അത് മാനസികമായിട്ടുള്ള ചെറിയ പിരിമുറുക്കങ്ങളും ഒക്കെ നമുക്ക് വരാം, അപ്പ് ആൻഡ് ഡൗൺസ് വരാം. അപ്പൊ അത് നിങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ സ്ട്രെസ് എടുക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെന്റേഴ്സിനോട് നമുക്കത് ഷെയർ ചെയ്യാം. എനിക്കിങ്ങനെ ഇത് പഠിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്, ഈ സബ്ജക്ട്സ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ഇപ്പം പെട്ടെന്ന് ഇനി പഠിച്ചാൽ തീരുമോ എന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അവര് നിങ്ങളെ റൈറ്റ് ട്രാക്കിൽ എത്തിക്കും. ഓക്കെ. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാം തീർന്നു കഴിയുമ്പോൾ ഫുൾ റിവിഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകൾ അറ്റ്ലീസ്റ്റ് ഒരു 20 എണ്ണം ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ എക്സാം എന്നല്ല ഏതൊരു എക്സാമിന് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക്
അഡ്വൈസുകൾ, ഇഷ്ടം പോലെ അഡ്വൈസുകൾ വരും. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ഹൈപ്പോത്തറ്റിക്കലി പറയുന്നതല്ല, ഇഷ്ടംപോലെ അഡ്വൈസസ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് പറയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വിജയം നമ്മുടെ പടിവാതിക്ക് എത്തും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോഴ്സ് എടുത്താലും നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വേറെ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതെല്ലാം കോഴ്സിൽ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം 3 മണിക്കൂർ മാറ്റി വെച്ച് പഠിക്കുക, അല്ലെ? എല്ലാ ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ തരും. നിങ്ങളോട് പഠിക്കുക, സ്മാർട്ട് നോട്ട് ഒന്ന് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. പഠിക്കാൻ പറയുന്നു, സ്മാർട്ട് നോട്ട് ഒന്ന് എഴുതാൻ പറയുന്നു, അല്ലെ? എന്ത് വന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി 3 മണിക്കൂർ പഠിക്കാൻ പറയുന്നുണ്ട്. വേറെ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പറയുന്നില്ല. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടോപ്പിക് വൈസ് എല്ലാം നിങ്ങൾക്ക് എല്ലാം ആപ്പ് വഴി തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പരീക്ഷകൾ കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നത് എഴുതുക, റിവിഷൻ ചെയ്യുക വീക്കിലി മന്ത്ലി. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് കൺവേ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ റിവിഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മൾ റിവിഷൻ ചെയ്യും. പിന്നെ ഫുൾ സിലബസ് മോഡൽ ടെസ്റ്റ് നമ്മൾ തരും. അവിടുന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കണം. നിങ്ങളുടെ അവിടെയും നിങ്ങൾ നോക്കണം. മോഡൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്റെ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി റെക്ടിഫൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതും നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെ? അപ്പൊ ഇത് നമ്മൾ നേരെ അങ്ങൊരു സബ്ജക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ആദ്യ റാങ്ക് നേടാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് പഠിച്ചു പോയാൽ കാര്യം നടക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ് സർ. അല്ലേ? എല്ലാവർക്കും ജോലി വേണ്ടേ? വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടും. ഇന്നിപ്പോ അറ്റൻഡ് ചെയ്തെന്നല്ല, നമ്മുടെ റെക്കോർഡ് കേൾക്കുന്നവർക്കായാലും എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അഡ്വൈസുകളുടെ പ്രവാഹമായിരിക്കും നിങ്ങൾക്ക്. പരീക്ഷ വിളിച്ചാൽ മതി, ഓരോന്ന് വിളിച്ചാൽ മതി. അപ്പൊ ആൾക്കാർ ചോദിക്കും ജോലി എന്താണ്, എല്ലാവർക്കും ജോലി ഇല്ലല്ലോ എന്നൊക്കെ പറയും. ആദ്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്തവരുടെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജോലിയുടെ പ്രശ്നം വരുന്നില്ല. മനസ്സിലായില്ലേ? റാങ്ക് ലിസ്റ്റ് നമ്മളൊരു താഴെ വന്നു കഴിഞ്ഞിട്ട് ജോലിയില്ലേ എന്ന് പറഞ്ഞ് കരയാതെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മേളിൽ വരാൻ നോക്കുക എന്നുള്ളതാണ്. ഏറ്റവും ടോപ്പിൽ വരിക. ഏറ്റവും ടോപ്പിൽ വന്ന ആദ്യ റാങ്കുകാർക്ക് എന്തായാലും ഏത് ലിസ്റ്റിലായാലും ജോലി കിട്ടും. അപ്പൊ നമ്മൾ ആദ്യ റാങ്കുകൾ മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിലാ നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാനിത് നമ്മുടെ ഒരു പ്രിപ്പറേഷനിലും പിന്നെ നമ്മൾ ഒരുപാട് ടോപ്പേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അവരോടുള്ള സംസാരിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ എന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് തയ്യാറാക്കിയതാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സംഭവം. അതിലെന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർക്ക് പറയാം. കാര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞതാണ്. പരീക്ഷ എഴുതിയും കഷ്ടപ്പെട്ടും പഠിച്ചൊക്കെയാണ് നമുക്ക് ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതേപോലെ പഠിപ്പിച്ച കുട്ടികൾക്കും ഒക്കെ അങ്ങനെ അവരുടെ ഒരു അനുഭവത്തിൽ നിന്നും അവരെ മെന്റർ ചെയ്ത അനുഭവത്തിൽ നിന്നും ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ അതായത് ഒരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഫസ്റ്റ് ക്ലാസ് ഇത് തന്നെ എടുത്തതും അതുകൊണ്ടാണ്. പിന്നെ ആദ്യം ഞാൻ ഈ പോസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, ഇതിന്റെ റോള് അങ്ങനെയുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ഏതൊരു പോസ്റ്റിലും അറിയാത്ത കുട്ടികളും കാണും. അപ്പൊ എല്ലാവരും കുറെ കുട്ടികൾ റെക്കോർഡഡ് കാണുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെല്ലാം ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണമല്ലോ. ചിലപ്പോൾ എല്ലാവർക്കും ഈ പോസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് അറിയാത്തവരും ഒക്കെ കാണും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ സിലബസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ കാണും, എന്താ പഠിക്കേണ്ടതെന്ന്. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുമെങ്കിലും
ചിലര് സിലബസ് എന്താണ്, ഈ സിലബസിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാത്ത ആൾക്കാർ കാണും. അതുകൊണ്ടാണ് അതെല്ലാം പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ആദ്യ റാങ്ക്. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള കറണ്ട് സ്റ്റേജ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി വേണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. പിന്നെ ജോലി കിട്ടി നമ്മൾ ആ ഇതിൽ കയറി കഴിഞ്ഞാൽ ഉള്ള മാറ്റം അതും നന്ന് വിഷ്വലൈസ് ചെയ്യാണ് ഒരു 10 മിനിറ്റ്. ഇതെല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ വലിയ മാറ്റം വരും. അത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തന്നെ വലിയ മാറ്റം വരും. നിങ്ങളെ ആ ജോലിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടും. ആ ജോലി ഇങ്ങോട്ട് വന്നോളും, നിങ്ങളെ തേടി വന്നോളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അതാണ് അതിനകത്തുള്ള ഒരു പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും അത് നിങ്ങളിരുന്ന് ധ്യാനിക്കണം, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു ചെറുതായിട്ട് മനസ്സിലൊന്ന് കണ്ടൊന്ന് സങ്കല്പിച്ചാൽ മതി. സങ്കല്പം ഇല്ലാത്തവന് ഈ ലോകം ഇല്ലെന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലൊന്ന് സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ ഡ്രീം ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അത് പ്രപഞ്ചം തന്നെ നമുക്ക് കൊണ്ട് തന്നോളൂ. മനസ്സിലായില്ലേ? നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ നമ്മൾ റൈറ്റ് ട്രാക്കി നമുക്ക് തന്നെ ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോ തന്നെ, അതായത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത് മന്ത്രവാദവും കാര്യങ്ങളൊന്നും അല്ല. ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്ന, അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ചില അധ്യാപകര് ഇങ്ങനെ, നമ്മൾ നേരത്തെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഡയറക്റ്റ് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് പറയും ഈ ക്വസ്റ്റ്യൻ വരും, ഇത് വരും, ഇങ്ങനെയൊക്കെ പറയും. എന്ന് വെച്ചാൽ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അത്രയും നമ്മള് ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുമ്പം നമുക്ക് തോന്നും ഇങ്ങനെ ഇതേലെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ, ഞാനിത് നിങ്ങളോട് ഈ ടോപ്പർ മൈൻഡ് സെറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുന്ന, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ പോലൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചില സമയം നമുക്ക് തോന്നും എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ നമ്മുടെ ആ ബുക്കിൽ കുറിച്ച് വെക്കുക. ഇങ്ങനെ ഒരെണ്ണം, വേറൊരു കളറിലെ പേന ഉണ്ട്, ഒരു പച്ചമഷി പേന. അതിന് എപ്പോഴും നല്ലത് ഒരു പച്ചമഷി പേനയാണ്. പച്ചമഷി പേന കൊണ്ട് അതിനകത്ത് എഴുതി വെക്കുക ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇപ്പം ഒരു ടെസ്റ്റ് എഴുതി, നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് കൊള്ളാലോ, ഇത് കണ്ടിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അത് നമ്മുടെ ബുക്കിൽ കുറിച്ച് വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഞാൻ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഞാൻ അന്ന് വരുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് എന്തായാലും വരും. പിന്നെ ഈ കറക്റ്റ് നമ്മളെ പഠിപ്പിക്കുന്ന കണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ്. ഈ അവസാനം പഠിക്കാമെന്നും പറഞ്ഞിരുന്നിട്ട് പിന്നെ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്ത് വന്നാലും ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. 3 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. കൂടുതൽ സമയമുള്ളവർ കൂടുതൽ സമയം എടുത്തു. പക്ഷെ എന്തായാലും മിനിമം 3 മണിക്കൂർ ജോലിയുള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും വീട്ടമ്മമാരായാലും മക്കളുള്ളവരായാലും ബുദ്ധിമുട്ടുള്ളവരായാലും എന്ത് ഉള്ളവരായാലും ഒരു 3 മണിക്കൂർ മാറ്റി വെക്കണം. ഓക്കെ. ഞാൻ പറഞ്ഞത് ചെയ്യാൻ എല്ലാരും റെഡി അല്ലേ? റെഡിയാണ് സർ. ചോദിച്ചോ സർ. ഇതില് അയ്യോ, ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നായിരിക്കും ശരിക്കും ഇതിൽ എക്സാം വരാന്ന് അറിയാൻ പറ്റുമോ? അതായത് ഇത്ര മാസം അങ്ങനെ ഉണ്ടാവുമല്ലോ? സെപ്റ്റംബർ പകുതിയിലൊക്കെ വന്നാലും വരത്തുള്ളൂ. സെപ്റ്റംബർ അടുത്ത വർഷമല്ല, ഈ വർഷം പ്രിലിംസ് നടന്നാലേ സെപ്റ്റംബർ ഒക്ടോബറിലെ പ്രിലിംസിന്റെ കൂടെ ഒക്കെ ചിലപ്പം കയറി വരും. അങ്ങനെ ചിലപ്പോ ഒരു പരീക്ഷയുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ എല്ലാം അങ്ങ് നടത്തി വിടും. അല്ലെങ്കിൽ പിന്നെ ഈ പ്രിലിംസ് ഇത് കഴിഞ്ഞു പിന്നെ മെയിൻസ് അങ്ങനെയൊക്കെ പോകും കേട്ടോ. എന്തായാലും നമുക്ക് മുമ്പ് പഠിക്കാൻ ഉള്ള ദിവസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ദിവസം 3 മണിക്കൂർ വെച്ച് മാത്രം പഠിച്ചു പോയാൽ തീർക്കാവുന്ന രീതി നമ്മൾ നമ്മുടെ ലൈവ് കറക്റ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. മനസ്സിലായില്ലേ? അതിനെ ഓർത്ത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല.
നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഏതാണ്ട് ഒരു 45 ദിവസം മുമ്പേ ഒക്കെ തീർക്കും. എന്നിട്ട് പിന്നെ റിവിഷനും ടെസ്റ്റ് സീരീസും ഒക്കെ ആയിരിക്കും. ഓക്കെ ഓക്കെ. ആ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെയിലി മുടങ്ങാതെ ഒരു 3 മണിക്കൂർ പഠിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് നമുക്ക് നാളെ തൊട്ട് തന്നെ നമുക്ക് ക്ലാസ് ആയിട്ട് തുടങ്ങാം. ഈ ഓറിയന്റേഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു പൂർണ്ണതയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓറിയന്റേഷൻ തന്നത് കേട്ടോ. ഇല്ലാതെ നേരെ അങ്ങ് ഒരു ക്ലാസ് എടുത്തങ്ങ് പോയി കഴിഞ്ഞാല് നിങ്ങൾ ആ ക്ലാസ് മാത്രം പഠിച്ചു പോകും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. അത് റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു സാർ. റെക്കോർഡിംഗ് ഓഫ് ചെയ്തോ? ഹലോ സാർ. യെസ് സാറേ, ഇതിൽ നമുക്ക് ഗ്രേസ് മാർക്ക് അപ്ലിക്കബിൾ ആണോ? എന്തിന്റെ ഗ്രേസ് മാർക്കാ ഉള്ളേ? അത് ഓൾ ഇന്ത്യ ലെവലിൽ സ്പോർട്സിന് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മറ്റേ സ്പോർട്സിന്റെ മാർക്ക് കൗണ്ട് ചെയ്യുമെന്നാണ് ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. കാര്യം സ്പോർട്സിന്റെ മാർക്ക് കൗണ്ട് ചെയ്യേണ്ടതാണ്. കാര്യം ബാക്കിയുള്ള പോസ്റ്റിനും അതായത് ഗസറ്റഡ് പോസ്റ്റ് ഒഴിച്ച് ബാക്കി ഉള്ളതിനൊക്കെ സ്പോർട്സിന്റെ വെയിറ്റേജ് എടുക്കണ്ട. വെയിറ്റേജ് മാർക്കല്ലേ? അതെ അതെ, ഇന്റർ യൂണിവേഴ്സിറ്റി. എന്തോ ഇന്റർ യൂണിവേഴ്സിറ്റി പോയത് അല്ലേ? വെയിറ്റേജ് മാർക്ക് എടുക്കേണ്ടതാണ് കേട്ടോ. എടുക്കേണ്ടതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ അതിനെപ്പറ്റി അന്വേഷിക്കാം. എന്തായാലും കിട്ടേണ്ടതാണ്. കാര്യം എല്ലാ പോസ്റ്റിനും ഉള്ളതാണ്. ഗസറ്റഡ് പോസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു.